വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒത്തിരി ആലോചിച്ച് എന്ത് കണ്ടന്റ് ഫസ്റ്റ് ചെയ്യട്ടെ എന്ന്. ശരിക്കും പറഞ്ഞാൽ ആകെ കൺഫ്യൂഷനിലായിപ്പോയി. അതായത് ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ട്ടുള്ള അമ്മമാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴും എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാ അമ്മമാരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു ടെൻഷനാണ്. ഒന്ന് ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കും, പിന്നെ ഒന്ന് കുഞ്ഞുങ്ങളെ ബർപ്പ് ചെയ്യുന്നതായിരിക്കും. കാര്യം ചില കുഞ്ഞുങ്ങൾക്ക് എത്ര ബർപ്പ് ചെയ്താലും അത് ഗ്യാസ് പുറത്തേക്ക് പോകത്തുമില്ല. നമ്മൾ ആകെ ടെൻഷനാവുന്ന ഒരു കാര്യമാണ്. അതിൽ കൂടി ഒത്തിരി കടന്നു പോയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് തന്നെ ആയിക്കോട്ടെ ഫസ്റ്റ് വീഡിയോ. എനിക്ക് യൂസ്ഫുള്ളായ 2 ടെക്നിക്സാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ബർപ്പിംഗ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ് ബർപ്പിംഗ്, അല്ലെങ്കിൽ എന്തിനാ ബർപ്പിംഗ് ചെയ്യുന്നത്. ആക്ച്വലി ബർപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ പറയുവാണെങ്കിൽ എന്താ, ഗ്യാസ് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ വീടുകളിലൊക്കെ പറയത്തില്ലേ, കുഞ്ഞിനെ ഗ്യാസ് തട്ടിക്കളയുമെന്ന്. അതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് അവർ മിൽക്ക് എടുക്കുന്നതിന് ഒപ്പം തന്നെ എയറും കൂടി ഉള്ളിലേക്ക് എടുക്കും. അപ്പോൾ ആ എയറിനെയാണ് നമ്മൾ തട്ടി പുറത്തേക്ക് കളയുന്നത്. മോൻ എൻ്റെ കയ്യിലിരുന്നിട്ട് കുറച്ചൊന്ന് റെസ്റ്റ്ലെസ് ആയി കേട്ടോ, അതുകൊണ്ട് ഞാൻ ബിഹൈൻഡ് ക്യാമറ കൊടുത്തേക്കുവാണ് അവനെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബർപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ആക്ച്വലി ബർപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഗ്യാസ്, നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് അവർ ഗ്യാസ് വിഴുങ്ങാറുണ്ട്. അപ്പോൾ ആ സ്വാലോ ചെയ്യുന്ന ഗ്യാസിനെ പുറത്ത് കളയുന്നതാണ് ആക്ച്വലി ബർപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ഫീഡ് കഴിയുമ്പോഴും നമ്മൾ ആക്ച്വലി ബർപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാര്യം ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുന്ന ഗ്യാസ് ഉണ്ടല്ലോ, അത് അവരുടെ ഉള്ളിൽ ചെന്നിട്ട് നമ്മളിങ്ങനെ ബർപ്പ് ചെയ്ത് കളയാണ്ടിരിക്കുമ്പോൾ അത് ചെന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് പെയിൻ, വയറിൽ സ്റ്റൊമക്ക് ഏക്ക് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം അതാണ് മെയിൻ റീസൺ. ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, ഒത്തിരി ഗ്യാസ് റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലം ആയിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും, കോളിക് പെയിൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബർപ്പ് ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി എപ്പോഴൊക്കെയാണ് ബർപ്പ് ചെയ്യേണ്ടത്? ബർപ്പിംഗ് ആക്ച്വലി നമ്മൾ ഓരോ ഫീഡ് കഴിയുമ്പോഴും ബർപ്പ് ചെയ്യണം. ചില കുഞ്ഞുങ്ങൾ എത്ര ബർപ്പ് ചെയ്താലും അവർ ഗ്യാസ് പുറത്ത് കളയില്ല. പക്ഷേ എങ്കിലും നമ്മൾ ആ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യരുത്. കാര്യം അത് അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നിർത്താണ്ടൊക്കെ കരയാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം ഓരോ ഫീഡ് കഴിയുമ്പോഴും കമ്പൽസറി ആയിട്ട് നമ്മൾ ബർപ്പ് ചെയ്ത് കളയുക തന്നെ വേണം. ഫോർമുല ഫീഡിങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ ബർപ്പിംഗ് 2 തവണയായിട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ഫോർമുല ഫീഡ് ആകുമ്പോൾ ബോട്ടിൽ ഫീഡ് ആയിരിക്കും ചെയ്യുക മിക്ക മദേഴ്സും. അപ്പോൾ ഈ ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് വൺസ് കുറച്ചൊന്ന് കുടിച്ചതിന് ശേഷം, കുറച്ചൊന്ന് ഫീഡ് ചെയ്തതിന് ശേഷം കുഞ്ഞിനെ എടുത്ത് ഒന്ന് ബർപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം വീണ്ടും ഫീഡ് ചെയ്യുക, വീണ്ടും എടുത്ത് ലാസ്റ്റ് ഒന്ന് ബർപ്പ് ചെയ്യാം. അങ്ങനെ വേണം ചെയ്യാൻ. അതാകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കും. പിന്നെ അതുപോലെ നെക്സ്റ്റ് ബർപ്പിങ്ങിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞുങ്ങൾ ഒത്തിരി പാല് ഇൻടേക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗ്യാസ് ഉള്ളിൽ ചെന്നിട്ട് ഒത്തിരി അവർ കവിട്ടും, കുടിക്കുന്ന പാൽ ഒരുപാട് കവിട്ടി കളയാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബർപ്പ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഞാൻ ഫസ്റ്റ് 3 months ഒക്കെ എങ്ങനെയാണ് ബർപ്പ് ചെയ്തത്, എനിക്ക് യൂസ്ഫുള്ളായ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വളരെ ഈസി ആയിട്ടുള്ള എന്നുവെച്ചാൽ ഒന്ന് നമ്മൾ നോർമലി കാണുന്ന ടെക്നിക്ക് തന്നെയാണ്. ആദ്യം കുഞ്ഞിനെ, ഇപ്പം ന്യൂ ബോൺസ് ഒക്കെ ആണെങ്കിൽ, ഇവനിപ്പോൾ 4 മാസം ആയിട്ടോ, അതുകൊണ്ട് എനിക്ക് എടുക്കാനൊക്കെ ഇച്ചിരി ഈസിയാണ്. ന്യൂ ബോൺസിനൊക്കെ ആകുമ്പോൾ ഇച്ചിരി കെയർഫുള്ളായിട്ട് എടുത്തിട്ട് അവരുടെ വയറിൻ്റെയും നെഞ്ചിൻ്റെയും ഭാഗമായിട്ട് ആ ഒരു മിഡ് പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ഷോൾഡറിൽ വരണം. ഷോൾഡറിൽ വരുന്ന രീതിയിൽ, അവൻ കരയുന്ന ഈശ്വര, ഷോൾഡറിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ കിടത്തിയതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ താഴേക്ക് പതുക്കെ ജെന്റിലായിട്ട് തന്നെ ഇങ്ങനെ തടവി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പതുക്കെ തട്ടിക്കൊടുക്കുക.
അതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്യണമെന്നില്ല. ആദ്യം കുറച്ച് ചെയ്യുക, അവർ ബർപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കുക. ഇല്ലെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് ഇങ്ങനെ നമ്മൾ വിട്ടിട്ട് വീണ്ടും 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 ട്രൈ ചെയ്യുക. പക്ഷെ ചില കുഞ്ഞുങ്ങളൊന്നും ചില സമയത്ത് ബർപ്പ് ചെയ്യണം എന്നില്ല, എങ്കിൽ പോലും നമ്മൾ ഈ പ്രോസസ്സ് ചെയ്താൽ മതിയാവും. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ മടിയിൽ ഇരുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ ലാപ്പിൽ ഇരുത്തുക ഫസ്റ്റ്. ഇൻഫാൻസ് ആണെങ്കിൽ, അതായത് ന്യൂ ബോൺസ് ആണെങ്കിൽ അവരുടെ ചിൻ ഏരിയ നമ്മളിത് എങ്ങനെ പിടിക്കണം, അതായത് അവർക്കൊരു സപ്പോർട്ട്, ഹെഡ് സപ്പോർട്ട് കൊടുക്കണം. കാര്യം അല്ലെങ്കിൽ കഴുത്തുറയ്ക്കാത്ത കുഞ്ഞുങ്ങളായിരിക്കുമല്ലോ, അതുകൊണ്ട് ഹെഡ് സപ്പോർട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു രക്ഷയില്ല. അവരത് ഇങ്ങനെ ഇരുത്തിയതിന് ശേഷം പതിയെ ഇങ്ങനെ തടവി കൊടുക്കുക. എന്നിട്ട് പതുക്കെ മുകളിലേക്ക് തട്ടിക്കൊടുക്കുക. ഇത് രണ്ടും ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത 2 ടെക്നിക്സ് ആണ്. എടുത്തോ ഞാൻ ബാക്കി പറഞ്ഞോളാം. നോക്കി കേറ്റി അപ്പോൾ വീണ്ടും എൻ്റെ പുത്രനെ എടുത്തോണ്ട് പോയേക്കാണ്. ചൂടെടുക്കുക അവനെ. എനിക്കിങ്ങനെ ഫാൻ ഇട്ടിട്ട് സംസാരിക്കാനും പറ്റുന്നില്ല, അത് കാരണം അവനെ കൊണ്ടുപോയേക്കാണ്. ഈ 2 ടെക്നിക്സാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ആക്ച്വലി എനിക്കത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ നോർമലി ഫോർമുല ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ബർപ്പിങ് ഇച്ചിരി താമസം എടുക്കും. നമ്മുടെ ബ്രസ്റ്റ് ഫീഡ് പോലെ അല്ല ഫോർമുല ഫീഡ്. കുറച്ചൊന്ന് എനിക്ക് തോന്നുന്നു ഗ്യാസ് പോകാൻ ഇച്ചിരി ടഫാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ആണെങ്കിൽ വേഗം തന്നെ നമ്മളിങ്ങനെ എടുത്തിരുത്തി ചെറുതായിട്ട് തട്ടിക്കൊടുക്കുമ്പോൾ തന്നെ പോകാറുണ്ട്. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ പല മദേഴ്സിനും ഈ ഷോൾഡറിൽ കിടത്തിയിട്ടുള്ളത് ചെയ്യാനാണ് ഏറ്റവും ടഫ്. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അഡ്വൈസ് ചെയ്യുന്നത് ഷോൾഡറിൽ കിടത്തിയിട്ട് പാക്ക് ചെയ്യണം എന്നാണ്. പക്ഷെ ആക്ച്വലി അത് എല്ലാവർക്കും ഒന്നും വർക്കൗട്ട് ആവാറില്ല. എനിക്ക് കൂടുതലും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ലാപ്പിൽ ഇരുത്തിയിട്ടുള്ളതായിരുന്നു. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കാണ്ട് വീക്കെൻഡ് സ്റ്റോറീസും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.